ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തെ ആദ്യത്തെ പ്രേമഗീതം ഇവളെന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. ആദ്യപിതാവായ ആദാമിന്റെ അധരങ്ങൾ മൊഴിയുന്ന ഗീതത്തിന്റെ മനോഹാരിത മറ്റൊരു കവിതയ്ക്കും നൽകാനാവില്ല. എന്നാൽ അവരുടെ അടുത്ത തലമുറ ചൊല്ലിയത് പ്രേമഗീതമല്ല, കൊലയുടെ അട്ടഹാസമായിരുന്നു. ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനോ എന്ന ചോദ്യം ഉരുവായത് ആദ്യപുത്രന്റെ അധരങ്ങളിൽ നിന്ന് തന്നെ. എൻ്റെ അസ്ഥിയും മാംസവുമാണെന്ന് പറഞ്ഞവന്റെ മകൻ സ്വന്തം രക്തത്തെ ഇല്ലായ്മ ചെയ്യുന്നു. നിന്റെ സഹോദരൻ എവിടെയെന്ന ദൈവത്തിന്റെ ചോദ്യത്തിന് കായന്റെ മറുചോദ്യം ഞാനാണോ എൻ്റെ സഹോദരന്റെ കാവൽക്കാരൻ എന്നതായിരുന്നു. ഇന്നും ഇതേ ചോദ്യം കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. നിന്റെ സഹോദരൻ എവിടെ? സഹോദരർ എന്നതിന് ഡിക്ഷണറിയിൽ രക്തബന്ധമുള്ളവർ എന്നോ ഒരേ കുടുംബത്തിൽ പിറന്നവർ എന്നോ ഒക്കെ അർത്ഥം കണ്ടെത്താൻ കഴിയും. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടികൾ എന്ന നിലയിൽ ഏവരും സഹോദരങ്ങളാണ്. ദൈവത്തിന്റെ ചോദ്യം ഈ സഹോദരരെ കുറിച്ചാണ്. എവിടെ നമ്മുടെ സഹോദരങ്ങൾ? കായൻ ഹാബേലിന്റെ രക്തം ചീന്താനുണ്ടായ ഒരേയൊരു കാരണം ദൈവസന്നിധിയിലെ വഴിപാടായിരുന്നു. തന്റെ വഴിപാടിൽ പ്രസാദിക്കാതെ സഹോദരന്റെ വഴിപാടിൽ ദൈവം പ്രസാദിക്കുന്നത് കാണുന്ന കായന്റെ മറുപടി സഹോദരനെ ഇല്ലാതാക്കുക എന്നതായിരുന്നു. ബലിവസ്തുവല്ല, അർപ്പകന്റെ മനസ്സാണ് ദൈവം നോക്കിയതെന്ന് വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ വ്യക്തമാകുന്നു. ദേവാലയത്തിൽ ബലിയിൽ പങ്കെടുക്കാനെത്തുമ്പോൾ ദൈവം ചോദിക്കുന്ന ചോദ്യം അതുതന്നെയാണ്. കൂടെയുണ്ടായിരുന്ന സഹോദരങ്ങൾ എവിടെ? സ്തുതികളും സ്തോത്രങ്ങളും മാത്രം ഉയർന്നു കേൾക്കേണ്ട ദേവാലയത്തിൽ കൂടെയുണ്ടായിരുന്ന പല സഹോദരങ്ങളും ഇന്ന് കൂടെയില്ലെങ്കിൽ അവർക്ക് കാവലായി തീരുവാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? അല്ലെങ്കിൽ സ്തുതികൾക്കും സ്തോത്രങ്ങൾക്കും പകരം അശുദ്ധമായതും അനിഷ്ടമായതും അസൂയ നിറഞ്ഞതുമായ വാക്കുകൾ മറ്റുള്ളവരെ അകറ്റി എന്നല്ലേ അനുമാനിക്കേണ്ടത്? കാവൽക്കാരൻ ആകേണ്ടവർ ചിതറിക്കുന്നവർ ആയാൽ എങ്ങനെ എല്ലാവരെയും ചേർത്ത് നിർത്താൻ കഴിയും? മനുഷ്യനെ പരസ്പരം അകറ്റുകയും തമ്മിലടിപ്പിക്കുകയും കൊലപാതകത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന വിധത്തിൽ പെരുമാറിയിട്ട് ഇതെല്ലാം എൻ്റെ മതത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ മതം ഇതായിരുന്നോ എന്ന് വീണ്ടും ചിന്തിക്കണം. കൂടെ ഉള്ളതൊന്നും നഷ്ടപ്പെടാതെ കാവലിരിക്കുന്ന കാവൽക്കാരൻ്റെതാണ് ക്രിസ്തുമതം. ബലിപീഠത്തിൽ നിന്നിറങ്ങി സഹോദരനെ വധിക്കുന്ന കായന്മാരാകാനല്ല, ബലിപീഠത്തോട് ഏവരെയും ചേർത്ത് നിർത്തുന്ന കാവൽക്കാരാകാൻ വിളിക്കപ്പെട്ടവരാണ് നാം. വിശ്വസ്തരായ കാവൽക്കാർ ആകാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സഹോദരനോടുള്ളതാം പകയെന്നിൽ നിന്നകറ്റാൻ എൻ്റെ ഹൃദയം നിർമ്മലമായി നീ ഒരുക്കിടണേ. എൻ പാപമെല്ലാം മായ്ക്കുവാൻ നിൻ രക്തത്താൽ എന്നെ കഴുകണേ. കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ. സ്വീകരിക്കണമേ പ്രഭോ. ഇസ്രായേലിൻ നായക, എന്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെ